മനുഷ്യത്വമാണ് പാലിയേറ്റീവ് കെയറിന്റെ മുഖമുദ്രയെന്ന് പി നന്ദകുമാർ എം.എൽ.എ. പൊന്നാനി ശാന്തി പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ സബ് സെന്റർ മരക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ വേദനയ്ക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാനാകുമെന്ന ആലോചനയുടെ പേരാണ് പാലിയേറ്റീവ് കെയർ. മാനവികതയുടെ ഉത്തരവാദിത്വ നിർവഹണമാണ് പാലിയേറ്റീവ് വോളണ്ടിയർമാർ നിർവഹിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കുമേൽ സാന്ത്വനത്തിന്റെ പതാകവാഹകരായി മാറുകയാണ് ഓരോ പാലിയേറ്റീവ് ക്ലിനിക്കുകളുമെന്ന് എം.എൽ.എ. പറഞ്ഞു. ശാന്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് വി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി.പി. സക്കീർ മുഖ്യാതിഥിയായി. നഗരസഭാ കൌൺസിലർ ഖാദർകുട്ടി മാസ്റ്റർ, താലൂക്ക് ഹോസ്പിറ്റൽ PRO സലാഹുദ്ദീൻ, സാലിഹ് വളാഞ്ചേരി, ഡോക്ടർ M.V. ബുഷ്ര, ശാന്തി പാലിയേറ്റീവ് കെയർ സെക്രട്ടറി അക്ബർ മൂസ എന്നിവർ സംസാരിച്ചു. VMB അഷ്റഫ് സ്വാഗതവും ഇല്യാസ് മൂസ നന്ദിയും പറഞ്ഞു. ഒരു പാലിയേറ്റീവ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാഗത പ്രാസംഗിക അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇന്നൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു കർത്തവ്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്നവർ പാവപ്പെട്ടവരും സാധാരണക്കാരനുമാണ്. ആ സാധാരണക്കാരനായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ സൗകര്യം ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ആശുപത്രിക്കകത്തും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൗകര്യങ്ങളുണ്ട്, കുറേയെല്ലാം ഉണ്ട്. എന്നാലും പോരാ. കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോൾ പല കാരണങ്ങളെ കൊണ്ടാണ്, ഞാൻ വിശദീകരിക്കാൻ സമയമില്ല, പല രൂപത്തിലേക്കുള്ള രോഗങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് കാണുന്നത് ക്യാൻസർ രോഗമാണ്. ക്യാൻസർ രോഗികൾ നിത്യേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് അവിടെ മാഷിരിക്കുന്നുണ്ട് ഡയാലിസിസ് സെൻ്ററുമായി നടത്തുന്ന, അവിടുത്തെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഡയാലിസിസ് സെൻ്റർ ആയാലും പോരാ എന്ന അവസ്ഥയ്ക്ക് ഇപ്പോൾ കേരളത്തിനകത്ത് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെൻ്റർ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിൽക്കുന്നതല്ല, അത് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ വൃക്ക രോഗികളും ക്യാൻസർ രോഗികളും മറ്റ് മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് അവശരായി കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. നല്ല സാമ്പത്തിക കഴിവുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന് പല സംവിധാനങ്ങളുമുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സ്വകാര്യ ആശുപത്രികളുടെ തന്നെ ചില ഭാഗങ്ങളായിട്ടും അല്ലാതെയും വലിയ തോതിൽ നടത്തുന്ന പാലിയേറ്റീവ് സെൻ്ററുകളുണ്ട്. അവിടെ ഒരു മാസം ഒരു രോഗി കിടക്കുകയാണെങ്കിൽ വലിയ തോതിലേക്കുള്ള താങ്ങാൻ കഴിയാത്തതിനപ്പുറമുള്ള സംഖ്യ ആവശ്യമായിട്ട് വരും. അതിനു പുറമെ മറ്റ് ചില ഇടത്തരം സംഘങ്ങളുമുണ്ട്. നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും തൃശ്ശൂരായാലും ഒക്കെ വക സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ പോയി അവരെ ആശ്വസിപ്പിക്കുക. അതാണ് ഏറ്റവും, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, അവശനായി കിടക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരെ ആശ്വസിപ്പിക്കലാണ്. ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആ ആശുപത്രിയിൽ ചിലപ്പോൾ 2 ടൈപ്പ് ഡോക്ടർമാരുണ്ടാവും. ഏറ്റവും നല്ല ഡോക്ടർമാർ, കഴിവുള്ളവർ ഒക്കെ ഉണ്ടാവും. വിദഗ്ധരുമായിരിക്കും, അവർക്ക് ചികിത്സയെ സംബന്ധിച്ച് അറിവും ഉണ്ടായിരിക്കും. പക്ഷേ അവർ പെരുമാറ്റം മോശമാവും, ചിലപ്പോൾ കുറച്ച് റഫായിട്ട് പെരുമാറും. സ്വാഭാവികമായിട്ടും ആ രോഗിക്ക് ആ ഡോക്ടറോട് പ്രതിബദ്ധത ഉണ്ടാവില്ല. അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്തുണയാണ് അവർക്ക് ഏറ്റവും പ്രധാനം. അതാണ് വീട്ടുകളിൽ പോയിട്ട് ഒരു പാലിയേറ്റീവ് സെൻ്ററിലെ വളണ്ടിയർമാരായാലും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരായാലും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. അതാണ് ഏറ്റവും പാലിയേറ്റീവിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. കാരണം മാരകമായ രോഗം പിടിപെട്ടുകൊണ്ട് എടുക്കുന്നവരാണ് അവർ. നമുക്കുള്ളത് ആരാരും ആശ്രയമില്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രധാന ആശ്വാസം. രണ്ടാമതാണ് ചികിത്സ അവർക്ക് കിട്ടുന്നത്. ചികിത്സയും അനിവാര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പാലിയേറ്റീവ് സെൻ്ററുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരുപാട് സെൻ്ററുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് സെൻ്ററുള്ള സംസ്ഥാനം കേരളമാണ്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പാലിയേറ്റീവ് സെൻ്റർ പ്രവർത്തിക്കുന്നത്. സെൻ്ററിൻ്റെ എണ്ണത്തിലല്ല, പ്രായോഗികമായ രൂപത്തിലേക്ക് നടക്കുന്ന പ്രധാനപ്പെട്ട സെൻ്ററുകൾ നമുക്കുള്ളത്. അതിന് കാരണം കേരളമാണെന്ന് പറയാൻ കാരണം മനുഷ്യത്വം ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളത്തിലാണ്.